നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും, അതായത് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങൾക്കും അതിൻ്റെ പുറകിലൊരു സ്റ്റോറി ഉണ്ടാവും. അതായത് എന്ത് സാധനം ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു വണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്ത് നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് മേടിക്കുന്ന എന്ത് സാധനത്തിൻ്റെ പുറകിലും ഒരു സ്റ്റോറി ഉണ്ടാവും. ആ സ്റ്റോറി എന്ന് ചിലപ്പം ഹാർഡ് വർക്കിൻ്റെ സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ കുറേ സാക്രിഫൈസിൻ്റെ സ്റ്റോറി ആയിരിക്കും. എന്ത് സാധനം എടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ടാവും. അതിപ്പോൾ ചെറിയൊരു പേന പെൻസിൽ എടുത്താൽ പോലെ നമ്മൾ കണ്ടില്ലേ, പണ്ടത്തെ പ്രണയങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ സ്ലൈഡ് എടുത്ത് വെക്കുക, അവരുപയോഗിച്ചുള്ള മുട്ടായി കവർ എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും പുറകിലും സ്റ്റോറി ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലുള്ള ഏതൊരു സാധനത്തിൻ്റെയും അല്ലെങ്കിൽ എന്തൊരു സംഭവത്തിൻ്റെയും പുറകിലൊരു സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു എൻ്റെ ജീവിതത്തിലുള്ളൊരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് മേടിച്ചൊരു സാധനത്തിൻ്റെ പുറകിലുള്ളൊരു സ്റ്റോറിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം ഞാൻ തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ വീഡിയോ ഞാൻ കാണുന്നത്. അത് ഞാൻ മറക്കാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഓർക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, അത് ഞാൻ തന്നെ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് എനിക്ക് തന്നെ മനസ്സിലാക്കാനും കാണാനും, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നിരിക്കാം. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് സാധനമാണ് ഞാൻ എത്രത്തോളം ആഗ്രഹിച്ച് മേടിച്ചത്, അല്ലെങ്കിൽ അതെന്താണ് എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമില്ല, ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്യാമറയാണ്. ഈ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു 10 വർഷത്തെ ആഗ്രഹമാണെന്ന് തോന്നുന്നത്. 1-2 വർഷത്തെ അല്ല, ഏകദേശം 10 വർഷത്തോളം ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാൻ ഈ ക്യാമറ ആഗ്രഹിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കയ്യിലൊന്നും ക്യാമറ ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് റെയറാണ് ക്യാമറ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഭാഗ്യം ചെയ്ത ആൾക്കാർക്കൊക്കെയാണെന്ന് ക്യാമറ കാണാനും തൊടാനൊക്കെ സാധിക്കുക. ആദ്യമായിട്ട് ക്യാമറ കാണുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇതെടുക്കാൻ വേണ്ടി, അതായത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോക്കാരൻ വരും. ഞങ്ങളുടെ അവിടെ വന്നുകൊണ്ടിരുന്നത് ഭാരതി എന്നും പറഞ്ഞൊരു സ്റ്റുഡിയോക്കാരനാണ്. പുള്ളിയുടെ കയ്യിലാണ് ആദ്യമായിട്ട് ഞാൻ ക്യാമറ കാണുന്നതൊക്കെ. പക്ഷെ അത് നമുക്കൊന്ന് അടുത്ത് പോയി കാണാനൊന്നും തൊടാനൊന്നും സാധിക്കത്തില്ല. പുള്ളി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ മറുഭാഗത്ത് എന്താണ് പുള്ളി കാണുന്നതെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്കത് കാണാനോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരമൊന്നും അന്ന് ഉണ്ടായില്ല. അന്ന് നമുക്ക് ആകെ കിട്ടുന്നൊരു അവസരം എന്ന് പറഞ്ഞാൽ അതിലെടുത്ത ഫോട്ടോ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രിൻ്റ് എടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടും. അത് കാണാനുള്ളൊരു ഭാഗ്യമാണ് ശരിക്കും അന്നത്തെ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉള്ള ആഗ്രഹം പോലെ തന്നെയാണ് ഒന്ന് കാണണം, അല്ലെങ്കിൽ ഒന്ന് തൊടണം, അതിൻ്റെ എന്താണെന്നൊക്കെ അറിയണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ക്യാമറ സ്വന്തമാക്കണമെന്നോ ഒരു ക്യാമറ മേടിക്കണമെന്നോ നാളെ ആണെങ്കിൽ ഒരു ക്യാമറ എനിക്ക് സ്വന്തമായിട്ട് വേണമെന്നൊന്നും അന്നൊന്നും ആഗ്രഹം ഉണ്ടായില്ല. പക്ഷേ ഏകദേശം ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കുറച്ച് കൂട്ടുകാർ മീശപ്പുലിമല കാണാൻ വേണ്ടി വരുന്നത്. അന്ന് ചാർലി സിനിമയൊക്കെ ഹിറ്റായിട്ട് മീശപ്പുലിമലയൊക്കെ അത്യാവശ്യം നല്ല ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മീശപ്പുലിമല കാണാൻ കുറേ ആൾക്കാർ വരുന്നൊരു സമയം. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സാണോ +2 ആണ്, എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും ആ ഒരു പ്രായത്തിലാണ്, ഒരു 15-17 വയസ്സ് ആ ഒരു പ്രായത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ കുറച്ച് കൂട്ടുകാർ എറണാകുളത്തുള്ളവരാണ്, അവർ മീശപ്പുലിമല കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഗൈഡായിട്ട് ഞാനാണെന്ന് പോകുന്നത്, വണ്ടിയൊക്കെ ആയിട്ടന്ന് ഞാനാണ് പോകുന്നത് മീശപ്പുലിമല കാണാൻ പോകാനായിട്ട്. അപ്പോൾ അവരുടെ കയ്യിൽ അന്ന് ഒരു DSLR ക്യാമറ ഉണ്ടായിരുന്നു. അത് ഏതാ അതിൻ്റെ മോഡലൊന്നും ഞാൻ ഓർക്കുന്നില്ല. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ക്യാമറ കൈകൊണ്ട് തൊടുന്നതും, അല്ലെങ്കിൽ ഒരു ക്യാമറ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നത്. DSLR ക്യാമറയിലൂടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നത്. അന്ന് മിറർലെസ് അല്ല, DSLR ക്യാമറയാണ്. ഒരു ഫോട്ടോ എടുക്കുന്നത് അന്നാണ് ആദ്യമായിട്ട്. അപ്പോൾ ഇവരെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ക്യാമറ ഉണ്ട്, പക്ഷെ നമുക്ക് ചോദിക്കാനും ഒന്ന് ഉപയോഗിച്ചോട്ടെന്ന് ചോദിക്കാനൊക്കെ ഒരു മടിയാണ്. എന്നാൽ പോലും നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു പ്രയോറിറ്റി അവർ നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ആ ഏരിയയിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് അവർ തരുന്നതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടാണ് ചോദിക്കുക. എന്നാലും നമ്മുടെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, കൂടെ നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അതിനുശേഷം നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ട ഒരു സമയം വരുമല്ലോ, അതായത് വന്ന ആൾക്കാരെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ട ഒരു സമയം വരും. അപ്പം എന്തായാലും ക്യാമറ നമ്മുടെ കയ്യിൽ തന്നേ പറ്റത്തുള്ളൂ, കാരണം അവരെല്ലാവരും ഫോട്ടോ എടുക്കണമെങ്കിൽ കൂടെ ഉള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ക്യാമറ എൻ്റെ കയ്യിൽ തന്നവർ, അതായത് ഒരു ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് സംഭവമൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ട് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇവിടെ ഞെക്കിയാൽ മതി എന്നും പറഞ്ഞ ക്യാമറ അതിലോട്ട് തന്നു. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വ്യൂ ഫൈൻഡറിലേക്കൂടെ അതായത് ഒരു വ്യൂ ഫൈൻഡറിലേക്കൂടെ ഒരു ഇമേജ് കാണുന്നത് അന്നാണ് ആദ്യമായിട്ട്. അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കണ്ണിലൂടെ കാണുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ വ്യൂ ഫൈൻഡറിലൂടെ അതിൻ്റെ ഉള്ളിലൂടെ കാണുന്നത്. പക്ഷേ അതിനൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതായത് നമ്മൾ ലോകം മൊത്തം ഇപ്പം നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന ഇത്രയും ഏരിയയിൽ ഒരു ഏരിയ മാത്രം ക്രോപ്പ് ചെയ്തിട്ട് ആ ഒരു ചെറിയ ഒരു ഏരിയനെ മാത്രം നമ്മൾ അതിലൂടെ കാണുകയാണ്. അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഭംഗിയായിട്ടാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. ഞാനന്ന് ആദ്യമായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ലാത്തൊരു ക്ലിക്കായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ക്ലിക്ക് എന്നൊക്കെ പറയണത് ഫസ്റ്റ് മൊമെൻറ്റ് ഈസ് ദ ബെസ്റ്റ് മൊമെൻ്റ് ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെയൊക്കെ ആയിരുന്നു. എന്താ പറയുക, അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു സമയമായിരുന്നു ആ ഒരു ക്യാമറയിൽ ഞാൻ ആ ഫസ്റ്റത്തെ ഇമേജ് എടുത്ത ആ ഒരു സമയം. അതിനുശേഷം അവർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോയി. ഫോട്ടോസൊക്കെ നമുക്ക് ഫോണിൽ കോപ്പി ചെയ്യാനൊക്കെ പറ്റി, ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. കാരണം ആ വ്യൂ ഫൈൻഡറിലൂടെ കണ്ട ആ ഒരു ഇമേജ്, അല്ലെങ്കിൽ ആ ഒരു
സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായില്ല. പിന്നെ എൻ്റെ മനസ്സിൽ മൊത്തം എങ്ങനെയും ഒരു ക്യാമറ മേടിക്കണം എന്നൊരു തോട്ടായിരുന്നു. കുറച്ച് നാളത്തേക്കല്ല, കുറേ ദിവസങ്ങളിലായിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വപ്നം ശരിക്കുള്ളതാണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ വിടില്ല, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മൾ ഉറങ്ങാൻ വിടാത്തതാണ് സ്വപ്നം എന്ന് പറഞ്ഞ പോലെ കുറേ നാളത്തേക്ക് ഉറക്കം ശരിക്കും ഉണ്ടായില്ല. എങ്ങനെയെങ്കിലും ഇത് മേടിക്കണം. പക്ഷേ അന്നത്തെ നമ്മുടെ സാമ്പത്തിക സാഹചര്യമൊക്കെ വെച്ചിട്ട് അതൊക്കെ ഒരു ക്യാമറ മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അന്ന് ഏറ്റവും കുറഞ്ഞൊരു ക്യാമറ മേടിക്കണമെങ്കിൽ ഒരു 15,000 രൂപ 20,000 രൂപ അന്ന് കൊടുക്കണം. നല്ലൊരു അത്യാവശ്യം കൊള്ളാവുന്നൊരു ക്യാമറ കിട്ടണേ. പക്ഷേ അതിനുള്ളൊരു വരുമാനമോ വകുപ്പോ അന്ന് നമുക്ക് ഉണ്ടായില്ല. വീട്ടിൽ ചോദിക്കാൻ പറ്റത്തില്ല, കാരണം വീട്ടിലൊക്കെ അവസ്ഥ മോശമായിരുന്നു. നമ്മളാണ് വലിയതായിട്ട് പണിയാനൊന്നും പോകുന്നില്ല. പണിയാൻ പോകുന്നുണ്ടെങ്കിൽ പോലും അത് ഇത്രയും വരുമാനം കിട്ടുന്നത് ഇപ്പോൾ 15,000 എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 3 മാസം അല്ലെങ്കിൽ 4 മാസം കിടന്ന് കഷ്ടപ്പെടുന്ന പൈസയാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്യാമറയിലോട്ട് അന്ന് എത്തിച്ചേരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ എന്നാലും ആഗ്രഹം വിടാൻ ഞാൻ തയ്യാറായില്ല, ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എന്തെങ്കിലും മടിച്ചു പിടിച്ച് വീട്ടിൽ ഈ കാര്യം പറഞ്ഞു. കാരണം സമാധാനമില്ല, എങ്ങനെയും ഒരു ക്യാമറ എടുക്കണം. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ എതിർത്ത്, നിനക്കിപ്പോൾ എന്തെങ്കിലും ക്യാമറ, പഠിക്കാനുള്ള സമയമല്ലേ, പഠിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഞാൻ പറഞ്ഞു ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നല്ലതാണ്, എന്താ പറയുക, കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ എൻ്റെ അകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് ആ സമയത്ത് പറ്റി. കാരണം വീട്ടുകാരെക്കാളും വിദ്യാഭ്യാസ അറിവുള്ള ഒരാളോ നമ്മൾ എന്നൊരു ധാരണയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് പറ്റി. അങ്ങനെ ഒരു ഏകദേശം ഒരു 1.5-2 മാസത്തെ എൻ്റെ പരിശ്രമം മൂലം വീട്ടുകാർ പറഞ്ഞു ഓക്കെ നമുക്ക് ഒരെണ്ണം നീ ഒരെണ്ണം നോക്ക്, ഒരു ലോൺ കിട്ടാനുണ്ട്. അപ്പോൾ ആ ലോൺ കിട്ടുന്ന സമയത്ത് നമുക്ക് മേടിക്കാമെന്നുള്ളൊരു വാക്ക് അവർ തന്നു. അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയത്. ഞാൻ അന്ന് വരെ തന്നെ വലിയ കാര്യമായിട്ട് അങ്ങനെ ആഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം നമ്മുടെ വീട്ടിലെ സാഹചര്യം നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടോ നമ്മൾ നിൽക്കാത്തതുകൊണ്ടും. പക്ഷേ ഈ ഒരു കാര്യം എന്തുകൊണ്ടോ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ലോൺ, അപ്പോൾ എന്നോട് പറഞ്ഞ ആ സമയത്തോടെ ലോണുണ്ട്, അപ്പോൾ ആ ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പൈസ നിനക്ക് തരാം, 2 മാസം നീ പണിയാൻ പോകുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ ലോൺ അടയ്ക്കാൻ വേണ്ടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കാര്യം നടക്കും. ഭയങ്കര സന്തോഷം. കുറേ നാളത്തേക്ക് നിലത്ത് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു, പറന്ന് കിടക്കുകയായിരുന്നു. അപ്പം പിന്നെ ലോണിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എന്ന് കിട്ടും എന്നുള്ളൊരു വെയിറ്റിങ്ങും ക്യൂരിയോസിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളത്തേക്ക്. അങ്ങനെ ലോൺ കിട്ടുന്ന ദിവസം വന്നു, അല്ലെങ്കിൽ ലോൺ കിട്ടി ഏകദേശം കുറച്ച് എമൗണ്ട് കയ്യിൽ വന്നു. 1,50,000 അടുത്തങ്ങാണ്ട് വീട്ടുകാരുടെ കയ്യിലുണ്ട്. അപ്പം ഈ ലോൺ കിട്ടണമെങ്കിൽ ഒരു 3 ദിവസം മുമ്പ് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസിലൊക്കെ കയറി ഒരു ക്യാമറ സെറ്റാക്കി, അല്ലെങ്കിൽ ഒരു 15,000 രൂപ വരുന്നൊരു ക്യാമറ, അത് എനിക്ക് തരാമെന്ന് പറഞ്ഞ് വീട്ടുകാർ തരാമെന്ന് പറഞ്ഞ ബഡ്ജറ്റിലൊരു ക്യാമറ ഞാൻ റെഡിയാക്കി. അപ്പം ഇന്ന ദിവസം വരാം. അപ്പോൾ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മൂവാറ്റുപുഴയിലെ കോതമംഗലത്തെ കണ്ടാണ് ആ ക്യാമറ കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം പറഞ്ഞ് ഡീലാക്കി, ആൾക്ക് നമ്പറെല്ലാം കൊടുത്ത് എല്ലാം സെറ്റാക്കി, ഇന്ന ദിവസം ഞാൻ കൺഫേം ആയിട്ട് വരും. കാരണം നമുക്ക് വേറെ മാറ്റമൊന്നുമില്ല, ലോൺ കിട്ടുന്ന പൈസ മേടിച്ച് പോയി മേടിക്കുന്നത്, അതാണ് മനസ്സിൽ. അപ്പോൾ ലോൺ കിട്ടി വീട്ടിൽ വന്ന്, അപ്പോൾ വീട്ടുകാർ ക്യാമറയുടെ കേസൊന്നും അവർ പറയുന്നില്ല. അപ്പം കുറേ നേരം പറയാത്തണ്ട്. അപ്പം ഞാൻ ചോദിച്ച പൈസ ക്യാമറ എടുക്കാനായിട്ട്. അപ്പം എടുത്തു വയ്ക്കുന്ന വീട്ടുകാർ പറഞ്ഞു, അപ്പൻ പറഞ്ഞു ക്യാമറ ഇവിടെ വേറെ 100 കൂട്ടം ആവശ്യം കിടക്കും, അന്നേരം നിൻ്റെ ക്യാമറ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക, നമുക്ക് ഗ്രഹിച്ചില്ല അല്ലെങ്കിൽ ദഹിച്ചില്ല എന്ന് പറയാം. പെട്ടെന്ന് അങ്ങ് ഷോക്കായി. കാരണം അത്രയും ദിവസം തരാമെന്ന് പറഞ്ഞിരുന്ന അവർ പെട്ടെന്ന് അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുണ്ടാകും. കാരണം ഒരു കുറച്ച് പൈസ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ 100 കൂട്ടം പ്ലാനാണ്. ഒരു അന്നത്തെ കാര്യം കുറേ കടമുണ്ടാകും, വീട്ടിലോട്ട് സാധനം മേടിക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ പോലും അത്രയും ദിവസം നമുക്കിത് തരാമെന്ന് പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് റൂട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് എന്നോട് പറഞ്ഞു പൈസ എൻ്റെ കയ്യിൽ പൈസ തന്നു കാര്യം പറഞ്ഞു, എന്നിട്ട് കൊണ്ട് അലമാരിക്കകത്ത് നോക്കാൻ പറഞ്ഞു. ഞാനും അന്ന് നമുക്കങ്ങനെ എന്താ പറയുക ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവം നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഹൃദയം തകർന്നുകൊണ്ട് ഞാൻ ആ പൈസ കൊണ്ട് ഞാൻ അലമാരിക്കകത്ത് കൊണ്ട് വെച്ച് പൂട്ടി. ശേഷം ഹോപ്പ് ഉണ്ടായിരുന്നു, അവർ സമ്മതിക്കുമായിരിക്കും അല്ലെങ്കിൽ എടുത്തോളാൻ പറയുമായിരിക്കും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. അന്ന് രാത്രി ഞാൻ പെരയ്ക്കകത്തല്ല ഞാൻ കിടന്നത്, ഞാൻ പുറത്താണ് ഞാൻ കിടന്നത്. പുറത്ത് എന്തൊക്കെയോ വീട്ടുകാരായിട്ടൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഞാൻ പുറത്തോട്ട് ഞങ്ങളുടെ ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ആനക്കാട്ടിലൊക്കെ പോയി എനിക്കെങ്കിലും മരിച്ചാമെന്നുള്ളൊരു ഇതായിപ്പോയി. കാരണം അത്രത്തോളം ജീവിതത്തിൽ തകർന്നൊരു സിറ്റുവേഷൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളോട് തരത്തില്ല അല്ലെങ്കിൽ വേണ്ടാന്ന് പറയുവാണെങ്കിൽ നമ്മൾ അതിനെ പ്രതീക്ഷ വയ്ക്കുമല്ലോ. പക്ഷെ നമുക്ക് പ്രതീക്ഷ തന്നിട്ട് പെട്ടെന്ന് ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കങ്ങ് ആ സമയത്ത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പ്രായത്തിൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം ഇതിനെ ആഗ്രഹിച്ചായിരുന്നു ഞാൻ രാത്രി ഇറങ്ങി കാട്ടിക്കടൊക്കെ പോയി, അല്ലെങ്കിൽ ആനക്കാട്ടിക്കടൊക്കെ പോയി ആനയെ വിട്ട് കൊന്നാമെന്നൊക്കെ ഓർത്തുകൊണ്ട് കുറേ നേരം അതിലേക്ക് നടന്നു. എന്താ പറയുക, പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ വന്നു. അങ്ങനെ നോർമൽ ഡേയ്സിലായിട്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ അതോടുകൂടിയാണ് ഞാനങ്ങ് മറന്നു. കാരണം നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടത്തില്ല, വീട്ടുകാരുടെ ഭാഗത്തൊരു സപ്പോർട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ കേസ് അങ്ങ് വിട്ടു എന്ന് പറയാം. കുറേ വർഷങ്ങളിലേക്ക് ഞാനത് വിട്ടു എന്ന് പറയാൻ വേണമെങ്കിൽ.
ആ സമയത്തൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത് അന്ന് ഈ 5 Pro, റെഡ്മിയുടെ 5 Pro എന്നൊക്കെ പറഞ്ഞ ഫോൺ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുഴപ്പമില്ല, ഞാൻ ഫോട്ടോ എടുക്കുമായിരുന്നു. അതിന് ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഫോട്ടോ ഒക്കെ എടുത്ത് അത്യാവശ്യം അറിയാവുന്ന പോലെ കളർ ഗ്രേഡ് ഒക്കെ ചെയ്ത് നല്ലപോലെ എഡിറ്റൊക്കെ ചെയ്ത് ഇന്നും തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോട്ടോ ഒക്കെ കിടപ്പുണ്ട്. അന്നൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ക്യാമറ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. കാരണം ഈ DSLR ക്യാമറ ഞാൻ യൂസ് ചെയ്തതിന് പിന്നെ എനിക്ക് മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ പറ്റാണ്ടായി. അതായത് അതിലൂടെയുള്ള ആ വ്യൂ കണ്ടതിന് ശേഷം എനിക്ക് മൊബൈലിലെ വ്യൂ കാണുമ്പോൾ ഒരു തൃപ്തി വരുന്നില്ല. ഞാൻ അതോടുകൂടി ഫോട്ടോ എടുപ്പ് ശരിക്കും പറഞ്ഞാൽ നിർത്തിയെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റാണ്ടായെന്ന് തന്നെ പറയാം. അതൊരു ഭയങ്കര എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടാകും. കാരണം ഈ DSLR യൂസ് അല്ലെങ്കിൽ ക്യാമറ യൂസ് ചെയ്തിട്ട് മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും, അതൊരു റിയാലിറ്റിയാണ്. പിന്നെ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഞാൻ പിന്നെ അതുമായിട്ട് അങ്ങോട്ട് എന്താ പറയുക, ജീവിതമായിട്ട് മുന്നോട്ട് പോയി, പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ എന്ന് പറഞ്ഞ സംഭവം ഞാൻ മറന്നുപോയി. ഫോണിൽ അങ്ങനെ ഫോട്ടോ എടുക്കാറില്ല. ക്യാമറ കാണുമ്പോൾ ആ ഒരു തോട്ട് മനസ്സിൽ വരുമെങ്കിലും മേടിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ അങ്ങ് വിട്ടു ശരിക്കും പറഞ്ഞു. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു 5-8 വർഷങ്ങൾക്ക്, ഒരു 3-4-5-6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ക്യാമറ മേടിക്കാനായിട്ട്, അന്ന് ജോലിയൊക്കെയായി, ക്യാമറ മേടിക്കാനായിട്ട് ഞാൻ പൈസ കൂട്ടി വെച്ചു. അന്നും കൂട്ടി വെക്കലൊക്കെ വലിയ പാടാണ്. കാരണം നമ്മുടെ മാസത്തിലെ കടവും EMI എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു എമൗണ്ട് എടുത്ത് മാറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. പക്ഷെ അന്ന് വീട്ടിൽ മീൻസ് വൈഫിനോടൊക്കെ സംസാരിച്ചിട്ട് ഞാനൊരു ക്യാമറ എടുക്കാനായിട്ടുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ പൈസയൊക്കെ മാറ്റി വെച്ചു. അപ്പം അന്ന് RJ ക്യാമറാസ് എന്ന് പറയുക, കോട്ടയത്തുള്ള RJ ക്യാമറാസിൽ പോയി. അപ്പോൾ അവരുടെ റീൽസൊക്കെ അന്ന് സ്ഥിരം കാണും, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഒരു ക്യാമറ എടുക്കണം എന്നുള്ളതായിരുന്നു പ്ലാൻ. പൈസ എനിക്ക് ഒരു 15,000, അന്നും 15,000 രൂപ കയ്യിലുള്ളൂ. അപ്പോൾ ആ സമയത്ത് 15,000 രൂപയ്ക്ക് അത്യാവശ്യം കൊള്ളാവുന്നൊരു ക്യാമറ കിട്ടും. പണ്ടത്തെ പോലെയല്ല, കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്യാമറ കിട്ടും. അത്യാവശ്യം ഫോട്ടോ എടുക്കാം, അത് മാത്രമേ ഉള്ളൂ മനസ്സിലായി. അല്ലാണ്ട് വലിയ സംഭവമായിട്ടൊന്നും പോകണമെന്ന് താല്പര്യമൊന്നുമില്ല, ഫോട്ടോ എടുക്കണം അത്ര മാത്രമേ ഉള്ളൂ. അപ്പം RJ ക്യാമറാസിൽ ഇപ്പോൾ ഒരു ക്യാമറ എടുക്കാമെന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീട്ടുകാർ പെങ്ങളെ കൊണ്ടുവിടാനായിട്ട്, പെങ്ങൾക്ക് തിരുവല്ലയിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പോൾ പെങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ താമസിക്കുന്നിടത്തോട്ട് വരിക, എറണാകുളത്തോട്ട് വരിക. അപ്പോൾ വരുന്ന സമയത്ത് ഇപ്പം നമ്മുടെ വിചാരം അവരുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണ് അവരുടെ കൂടെ പോകുന്നത്. ഞാൻ പോയി അവിടെ ചെന്ന് അവർക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേന് ഇവരുടെ കയ്യിൽ പൈസ കഴിഞ്ഞു. പൈസ ഇല്ല, തിരിച്ച് അവർക്ക് നാട്ടിലോട്ട് പോകാനുള്ള പൈസ പോലും അവരുടെ കയ്യിലില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഈ പൈസ ഇരിക്കുക 15,000. ഞാൻ ക്യാമറ മേടിക്കാനായിട്ട് കയ്യിൽ കൊണ്ടുവച്ച് ഈ പൈസ എൻ്റെ കയ്യിലിരിക്കുക. ഞാനെന്തായാലും അവർക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ മേടിച്ചു. അതിനുശേഷം ഞാൻ എന്തായാലും RJ ക്യാമറ അവിടെ പോയി കയറി ക്യാമറയൊക്കെ എടുത്ത് നോക്കി. ക്യാമറയൊക്കെ എടുത്ത് 15,000 രൂപയ്ക്ക് അല്ലെങ്കിൽ അതിൽ 20,000 രൂപയ്ക്ക് നല്ല ക്യാമറ ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് മേടിക്കാം. പക്ഷേ എന്നാലും എനിക്ക് വീട്ടുകാരുടെ സിറ്റുവേഷൻ എൻ്റെ മനസ്സിൽ നിൽക്കുക. കാരണം അവരുടെ കയ്യിൽ പൈസ എടുത്ത് എനിക്ക് അറിയാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഞാൻ ക്യാമറ മേടിച്ച് ഒരു സ്വാർത്ഥനാകാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പിന്നെ ആ തീരുമാനം അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്തു, വേണ്ടെന്ന് വെച്ചു. കുറേ നാളത്തെ ആഗ്രഹം പിന്നെ മാറ്റി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പെങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു, വീട്ടുകാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ പൈസ എടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ തിരിച്ചു പോന്നു. വീട്ടിൽ വന്നപ്പോൾ അവൾ ചോദിച്ചു ക്യാമറയുടെ കേസ്, അത് പിന്നെ നോക്കാം. അന്നും ആ ആഗ്രഹം അങ്ങ് എന്താ പറയുക, വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഉപേക്ഷിച്ചെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് കാലത്തേക്ക്. അതിനുശേഷം ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക GoPro കണ്ടു. പെട്ടെന്ന് ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് GoPro പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടും. അന്ന് GoPro ഒക്കെ അത്യാവശ്യം കത്തി നിൽക്കുന്ന സമയം. അപ്പം പെട്ടെന്ന് ഓഫറിലാണ് കണ്ടത്. ഏകദേശം ഒരു 30,000 രൂപ 37,000 രൂപയുടെ സാധനം കണ്ട് 32,000 രൂപയ്ക്കോ 33,000 രൂപയ്ക്ക് കണ്ട് ഓഫർ, ഒരു 5,000 രൂപ ഓഫറിൽ കണ്ടു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവന് ബജാജിൻ്റെ EMI കാർഡുണ്ട്. ഞാൻ അവനോട് ചോദിച്ചേട്ടാ നിൻ്റെ കാർഡ് നീ ഉപയോഗിക്കുന്നില്ല, ഞാൻ ഒരു ഇതെടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ നീ എടുത്തു, നീ പ്രോപ്പറായിട്ട് അടയ്ക്കുമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞു. അവനെന്നിട്ട് എന്താ പറയുക വാട്സാപ്പിൽ വോയിസ് ഒക്കെ സെൻഡ് ചെയ്യിപ്പിച്ചു. ഞാനൊരു EMI എടുക്കുകയാണ്, അപ്പോൾ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റ് പോലെ ഞാനതൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പം പുള്ളി സമ്മതിച്ചു. ഞാൻ GoPro ഓർഡർ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ GoPro എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച അത് ഈ GoPro എന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ ക്യാമറയുള്ളൂ. അതൊരിക്കലും എന്താ പറയുക ഞാൻ ഉദ്ദേശിച്ച ഒരു പർപ്പസിന് പറ്റുന്നൊരു സാധനമല്ലായിരുന്നു. അതൊരിക്കലും ഫോട്ടോ എടുക്കാൻ പറ്റും, പക്ഷെ എന്നാൽ പോലും ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സംഭവം എനിക്ക് കിട്ടുന്നില്ല. പിന്നെ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും ഇതൊക്കെ പറഞ്ഞാൽ ഓടുമ്പോൾ ചാടുമ്പോൾ അല്ലെങ്കിൽ നീന്തുമ്പോൾ കുളത്തിൽ ചാടുമ്പോൾ വെള്ളത്തിൽ ചാടുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് GoPro എന്ന് പറഞ്ഞത്. പക്ഷെ അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പർപ്പസിന് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറേ നാൾ യൂസ്, പിന്നെ അത് മാത്രമല്ല എൻ്റെ അടുത്ത് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ പിന്നെയും മേടിക്കണം 4,000 രൂപ, എന്തോ ആക്സസറീസ് വേറെ മേടിക്കണം. അതിനൊന്നും നമുക്ക് ആ സമയം, കാരണം ഈ GoPro മേടിച്ചത് തന്നെ വലിയ സംഭവമായിട്ടാണ് മേടിച്ചത്. അതിൻ്റെ EMI വലിയ ഭാരമായിട്ട് തലയ്ക്ക് മേളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പുറമെ പിന്നെ മൈക്ക് കാര്യങ്ങൾ, അത് മൈക്ക് അറ്റാച്ച് ചെയ്യാനുള്ളൊരു എന്തൊരു സാധനമുണ്ട്, അത് മേടിക്കണമെങ്കിൽ അങ്ങനെ 4,000 രൂപ വേണം. അതോടുകൂടി ഈ GoProയോടുള്ള ആ താല്പര്യം അങ്ങ് പോയി. കുറേ നാൾ ഇത് ഇങ്ങനെ അടച്ച് പൂട്ടി വെച്ചു. പിന്നെ എന്തായാലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ZV-E10, അതായത് ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാമറ
സെഡ്വീറ്റൻ പെട്ടെന്നല്ല നമ്മുടെ മനസ്സിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. ഒന്ന് ശ്രമിച്ച് നോക്കിയാലെന്നൊരു തോന്നലുണ്ടായിരുന്നു. കസിൻ നമ്മുടെ നാട്ടിലുള്ള കസിൻ അവന് ബജാജിൻ്റെ കാർഡുണ്ട്. അവനോട് ഞാൻ ചുമ്മാ ചോദിച്ചു നോക്കി. അപ്പം അവൻ പറയാം, നിനക്ക് ഞാനത് ഉപയോഗിക്കുന്നില്ല, നിനക്ക് വേണമെങ്കിൽ നീ ട്രൈ ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഗോപ്രോ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പം ഗോപ്രോയുടെ EMI ഇതിൻ്റെ EMI എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള കേസിൽ വൈഫിനും പേടിയുണ്ട്, എനിക്കും പേടിയുണ്ട്. എന്നാൽ പോലും ഈ ആഗ്രഹം അങ്ങോട്ട് മനസ്സിൽ കിടന്നിട്ടങ്ങ് നമ്മളങ്ങ് സമ്മതിക്കുന്നില്ല. ഒന്നും നോക്കിയില്ല. ഒരു ദിവസം അവളോട് പോലും ഞാൻ പറഞ്ഞില്ല, ഞാൻ സാധനം ഞാൻ ഓർഡർ ചെയ്തു, അവൻ്റെ നമ്പർ വഴി സംഭവം ഓർഡർ ചെയ്തു. വരുന്നതിൻ്റെ തലേദിവസം ഞാൻ വീട്ടിൽ പറഞ്ഞു. അവളാണ് ആകെ ടെൻഷൻ അടിച്ചു. കാരണം എങ്ങനെ മാനേജ് ചെയ്യും, കാരണം 2 പേരെ സാലറി വെച്ചിട്ട് വാടകയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയാം. പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ പോലും എടുക്കാൻ 10 പൈസ നമ്മുടെ ഇല്ല, കടം മേടിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ സൈസ് പരിപാടിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്നുള്ളൊരു പേടി അവക്കൊണ്ടെന്ന്. എന്തായാലും സാധനം ഓർഡർ ചെയ്തു, സാധനം വന്നു, വീട്ടിൽ വന്ന് ഓക്കെ. ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പം ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് മുമ്പ് ഒരു ദിവസം ഞാൻ എന്തായാലും ഈ ഗോപ്രോ ആയിട്ട് ഞാൻ RJ ക്യാമറയിലൊന്ന് പോയായിരുന്നു. അതായത് നമ്മുടെ എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള RJ ക്യാമറാസിലൊന്ന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ പ്രതീക്ഷിച്ച വിലയൊന്നും എനിക്ക് കിട്ടില്ല. കാരണം ഒരുപാട് ഗോപ്രോ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർ വില നമ്മൾ ഉദ്ദേശിക്കുക 30,000 രൂപ ഞാൻ എടുത്തതാണ്. അപ്പോൾ അത് ഏകദേശം 20 രൂപ 18 രൂപ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതെനിക്ക് അങ്ങനെ മനസ്സ് വന്നില്ല. പിന്നെ അത് മാത്രമല്ല, ബാക്കി കൊടുക്കാനുള്ള ബാലൻസ് പൈസ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോന്നു. എന്തായാലും സെഡ്വീറ്റൻ ക്യാമറ വീട്ടിൽ വന്നു അത്യാവശ്യം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നാലും എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം നല്ലൊരു മൈക്ക് അന്നേരം ഇല്ല. എല്ലാത്തിനും ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ ബുദ്ധിമുട്ടാണ്. തൽക്കാലം ഒരു ബോയയുടെ വയർഡ് മൈക്ക് മേടിച്ചു. അത്യാവശ്യം കൊള്ളാമെന്നൊക്കെ ഓർത്തുകൊണ്ട് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര നോയ്സാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ AC കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സൈലൻറ്റ് ആംബിയൻസും നമുക്ക് കിട്ടത്തില്ല. എവിടെയൊക്കെ പുറത്ത് വരുന്ന എടുക്കാമെന്ന് വെച്ചാൽ പോലും വെയിലും ചൂടും കാര്യങ്ങളൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വയറ് വലിച്ചോണ്ട് നടപ്പ് എല്ലാം കൊണ്ടും അങ്ങ് കംഫർട്ടബിൾ ആകുന്നില്ല. പിന്നെ തൽക്കാലം അതും ഇതൊക്കെ കേട്ടങ്ങ് ഫോട്ടോ എടുപ്പ് പരിപാടി കിട്ടാൻ കിടന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ലെൻസ്. അതായത് ഇതിന് കിറ്റ് ലെൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. 50mm ഒരു കിറ്റ് ലെൻസാണ് വരുന്നത്. നമുക്ക് സൂമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ആ കിറ്റ് ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷോവായിരിക്കും കിട്ടുന്നതിന്. അത് വീഡിയോസ് ഇച്ചിരി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കുറവാണ്. അതായത് ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഇതല്ല, ഔട്ട്പുട്ടല്ല അതിൻ്റെ അത്ര വരണത്. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലല്ലോ. ചാടി എടുത്തു സംഭവം. പിന്നെ എന്താ പറയുക, പിന്നെ ക്യാമറയുടെ അത് ഗോപ്രോയുടെ EMI ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ക്യാമറ എടുക്കുമ്പോൾ 3 നാൾ കൊണ്ട് ബാലൻസ് ഉണ്ട്. ഈ ക്യാമറയുടെ EMI ഏകദേശം 6,000 അടുത്ത് ഒരു മാസം ക്യാമറയുടെ EMI വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ ലെൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, വീട്ടിൽ പറയാനോ ഒന്നിനും പറ്റത്തില്ലാത്തൊരവസ്ഥ. പിന്നെ ഞാനങ്ങ് തൽക്കാലം കൊണ്ടുനടന്നു. ഏകദേശം ഗോപ്രോയുടെ EMI തീർന്നു. പിന്നെ ക്യാമറയുടെ EMI ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ക്യാമറയുടെ EMI ഒരു വർഷത്തേക്കാണ് ഞാൻ ഇട്ടത്. ഏകദേശം 6,000 രൂപ വെച്ചിട്ട് ഒരു മാസം കൊണ്ട് എനിക്ക് 6,000 7,000 കൊണ്ട് വെച്ചിട്ട് ഒരു മാസം EMI ഉണ്ടായിരുന്നു. 62,000 രൂപ ഞാൻ എടുത്തപ്പോൾ. അങ്ങനെ കുറേ നാൾ ഒന്നിത്തള്ളി കൊണ്ടുപോകണം. അത്യാവശ്യം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തെന്നാലും അങ്ങോട്ട് എനിക്ക് തൃപ്തിയാവുന്നില്ല. അതായത് നമുക്കെന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഈ ലെൻസ് ഉപയോഗിച്ചിട്ട് എടുത്തിട്ടൊക്കെ. പക്ഷേ നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെറിയ രീതിയിലൊക്കെ അങ്ങ് എടുത്തു. അങ്ങനെ കുറേ നാളങ്ങ് പോയി. ക്യാമറയുടെ EMI ഏകദേശം തീരുന്നൊരു സമയമായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പെങ്ങളോട് ചോദിച്ചു. അതായത് ഈ ക്യാമറ എടുക്കാൻ സഹായിച്ച് അവൻ്റെ പെങ്ങളോട് ചോദിച്ചു, ജോമോൾ എന്നാണ് അവളുടെ പേര്. അവളോട് ചോദിച്ചിട്ട് എനിക്കൊരു ലെൻസ് എടുക്കണം, ഞാനൊരു ലെൻസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഓൾറെഡി അവളുടെ ബജാജിൻ്റെ കാർഡ് വെച്ച് ഞാൻ എന്തോ വേറൊരു സാധനം എടുത്തിട്ടുണ്ട്, ഒരു ഫോണോ എന്തോ സംഭവം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പം ഈ സമയമായപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം EMI ഒക്കെ ആയിട്ടോ മാസം ഒരു 20,000 രൂപ EMIയുടെ സെറ്റപ്പിലോട്ടൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതായത് 6,000-7,000 EMIയിൽ നിന്ന് ഞാൻ ഈ സമയപ്പോഴത്തേനും ഒരു 20,000 മാസം EMIയിലോട്ടൊക്കെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. വാടക കൂടി, വാട്ടർ ബില്ല് കൂടി, എല്ലാ സംഭവങ്ങളൊക്കെ കൂടിയപ്പോൾ ഞാനും EMI അങ്ങ് കൂട്ടി. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞാ നിനക്ക് ഓക്കെയാണ്, നീ എടുത്തോ, എനിക്കെന്താ കുഴപ്പം. എന്തായാലും ഒന്നും നോക്കിയില്ല, അവൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സോണീൻ്റെ 50mm ഒരു ലെൻസ് എടുത്തു. അതുവരെ ഞാൻ കൊച്ചിയിൽ പോയി റെൻറ്റിനെടുത്ത് എവിടെയൊക്കെ പോകാനുണ്ടെങ്കിൽ ലെൻസ് റെൻറ്റിനെടുത്തിട്ട് ആ ലെൻസും കൊണ്ട് വേണം ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50mm എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു ലെൻസ് ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 85 ഒക്കെ ആണെങ്കിൽ നല്ല വിലയാണ്. പിന്നെ 85 നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല നമുക്ക്. കാരണം നല്ല ഡിസ്റ്റൻസ് വേണം നമുക്ക് 85 നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിനുള്ള സ്പേസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ 50mm ചൂസ് ചെയ്യാമെന്ന് വെച്ചു. കാരണം അതിന് ഏകദേശം 20,000 എടുത്ത വിലയുള്ളൂ. എന്തായാലും അവളോട് പറഞ്ഞു, അവൾ ഓക്കെ പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ഓർഡർ ചെയ്തു. അതും ഓർഡർ ചെയ്തതിന് ശേഷമാണ് ഞാൻ വൈഫിനോട് പോലും കാര്യം പറയണേ. എന്തായാലും അതിൻ്റെ അകത്തൊരു പണിയും കിട്ടി. ആമസോണിൽ നിന്ന് ഞാൻ ആദ്യം ഓർഡർ ചെയ്തു. അവന്മാരത് സംഭവം കൊണ്ടുതരാണ്ട് ക്യാൻസൽ ചെയ്തു. 10,000 രൂപ അങ്ങനെ ക്യാൻസലേഷൻ ഫീ എന്നൊക്കെ പറഞ്ഞു പോയി. രണ്ടാമതും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനം കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് ഫുൾഫില്ലായോ എനിക്ക്. അതായത് ക്യാമറ മേടിച്ചതിന് ശേഷം
അത് ഏകദേശം ഒരു 10-12 വർഷത്തെ എൻ്റെ എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. ZV-10 ഈ ക്യാമറയും 50mm ലെൻസും ഏകദേശം ഇപ്പോൾ രണ്ടിനേടം കൂടി ഏകദേശം ഒരു 82,000 അടുത്ത് ആയിട്ടുണ്ട് നിലവിൽ. അപ്പോഴൊരു പ്രശ്നം ബാക്കി നിൽക്കുകയാണ്, ഒരു മൈക്കില്ല എനിക്ക്. മൈക്ക് ഞാൻ ഹോളിലാൻഡിൻ്റെ മൈക്ക് ഞാൻ കുറേ പേരോട് ആവശ്യപ്പെട്ടു, ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ടാണ് എടുത്ത് തരാമെന്നൊക്കെ. കാരണം ഈ ഒരുമിച്ച് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ലെൻസ് അല്ല ഇതെടുത്ത് തരാമെന്നൊക്കെ ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു. പക്ഷേ എല്ലാവർക്കും അവരവരുടേതായ ആവശ്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നിർബന്ധിക്കാൻ പോയില്ല. ചില ആൾക്കാരൊക്കെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ പുറകെ നിൽക്കാനില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കുറേയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ കണ്ട് ജെനറോ എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു മൈക്ക് ഇങ്ങനെ കണ്ടു, നല്ലതാണ്, ഏകദേശം 3000 അടുത്ത് വിലയുണ്ട്. ഒന്നും നോക്കിയില്ല, അതും ബുക്ക് ചെയ്തു. അതും കഴിഞ്ഞ ദിവസം അതും വന്നു. അങ്ങനെ അത്യാവശ്യം വ്ളോഗിങ്ങിന് വേണ്ട ഒരു ചെറിയ സെറ്റപ്പ് അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ കാരണം എൻ്റെ ഒരുപാട് നാളത്തെ അല്ലെങ്കിൽ ഒരുപാട് കൊല്ലങ്ങളുടെ ആഗ്രഹമായിരുന്നു ശരിക്കും ഒരു ക്യാമറ, ഒരു നല്ലൊരു ലെൻസ്, ഒരു മൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ അത് അച്ചീവ് ചെയ്തത് ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ടാണ് അച്ചീവ് ചെയ്തത്. അത് ഞാൻ പൈസ കൂട്ടി വെച്ചിട്ടൊന്നുമല്ല, പല തടസ്സങ്ങളും പല കാര്യങ്ങളൊക്കെ വന്ന് വേണ്ടെന്ന് വെച്ചിട്ടും അങ്ങനെയൊക്കെ അതിനൊക്കെ ശേഷമാണ് ശരിക്കും പറഞ്ഞൊരു ക്യാമറ ഞാൻ മേടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരിക്കലും ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു ജോണറിലൊന്നും ചെയ്തൊരു സംഭവമല്ല. എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ്. കാരണം എനിക്കങ്ങനെ മറക്കാൻ ആഗ്രഹമില്ലാത്ത അല്ലെങ്കിൽ എപ്പോഴും ഓർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ ഡോക്യുമെൻറ്റ് ചെയ്യാമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അതാണ്. അതല്ലാണ്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം കിട്ടും. മറ്റേ ആൽക്കെമിസ്റ്റ് പറഞ്ഞ പോലെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ലോകം മൊത്തം ഒക്കെ ചുമ്മാണ്, വെറുതെ പറയണ ആ സംഭവമൊക്കെ. അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. നമ്മൾ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം, അത്രേ ഉള്ളൂ. അതാണ് ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമാണ് റിയാലിറ്റി. അല്ലാണ്ട് നമ്മൾ കുറേ ആഗ്രഹിച്ചുകൊണ്ടോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും വലിയ പ്രയോജനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ഈ സാധനം കിട്ടണ്ടേ. പക്ഷേ എന്താ ഇതിൻ്റെ ഒരു വിഷമകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ക്യാമറ കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമുക്കില്ലാണ്ടായിപ്പോയി. കാരണം ഞാനന്ന് ആഗ്രഹിച്ച സമയത്ത് എനിക്കൊരു ക്യാമറ കിട്ടുമായിരുന്നെങ്കിൽ കുറേയധികം ഫോട്ടോസ് എനിക്ക് എടുക്കാൻ പറ്റിയാണ്, കുറേയധികം മെമ്മറീസ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയാണ് ആ സമയത്ത്. പക്ഷേ ഈ ക്യാമറ എൻ്റെ കയ്യിലോട്ട് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ കിട്ടിയപ്പോഴത്തേക്കും അത്യാവശ്യം പ്രായമായി, എനിക്കൊരു കുഞ്ഞായി, അപ്പം ഫാമിലിയായി, വീട്ടിലത്തെ കാര്യം അല്ലെങ്കിൽ അവളുടെ കാര്യം എല്ലാം, അതൊരു കുടുംബസ്ഥനായ സെറ്റപ്പിലോട്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാണ്ടായി. അതാണ് ഇതിൻ്റെ അകത്തൊരു വിഷമകരമായ ഫാക്റ്റ് എന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, ആഗ്രഹം വർഷങ്ങൾ കൊണ്ടാണല്ലോ എടുത്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മനസ്സിലുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. എത്ര വില കൂടിയ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഒരു ക്യാമറ സ്വന്തമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ അകത്ത് എടുക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന ഓരോ ഷോട്ടും അതൊരു ഭയങ്കര രസമാണ്. ഇപ്പോൾ ഫോണിൽ നമ്മൾ എടുക്കുമ്പോൾ കുറേ ഫോൺ തന്നെ കുറേ പണിയൊക്കെ നമുക്ക് എടുത്ത് തരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ അങ്ങനെയല്ല, എല്ലാ പണിയും നമ്മൾ തന്നെ എടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് ആ ഒരു ഫുട്ടേജ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് എവിടെയൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒരു സന്തോഷമാണ്. അപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ പറയണമെന്ന് തോന്നി. കാരണം ഇത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് തന്നെ ഇത് കേൾക്കാൻ അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്താ പറയുക, നമ്മുടെ പഴയ കുറേ മെമ്മറീസിനെ ഇങ്ങനെ ഓർത്തെടുക്കാനായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പേര് ഇപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ക്യാമറ എടുക്കണം, ഒരു ക്യാമറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുക, പൈസ ഉണ്ടാക്കുക, അത് മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു വഴി എന്ന് പറയുന്നത്. അല്ലാണ്ട് മാനിഫെസ്റ്റ് ചെയ്യാനോ നിങ്ങൾ ആത്മാർത്ഥത ആഗ്രഹിക്കാനോ ആൽക്കെമിസ്റ്റിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. പൈസ ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് സാധനം മേടിക്കുക. അതിൻ്റെ അകത്ത് നിങ്ങളെക്കൊണ്ട് എന്താ പറയുക, ഒരുമിച്ച് പൈസ ഇപ്പോൾ ഒരു 60,000 ഒരുമിച്ച് ഉണ്ടാക്കി ഒരു ക്യാമറ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരനായ നമ്മളെ കൊണ്ടൊക്കെ പോസിബിളായിട്ട് കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് EMI ഇടാനാണ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ EMI ഇടുക. 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്തിട്ട് ഒരു ദിവസം 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം സൊമാറ്റോ കൂടുമ്പോൾ 15-16 മണിക്കൂറൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൻ്റെ ഡെലിവറിക്ക് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എല്ലാവരും എടുക്കാനേക്കാളും 10 പാക്കറ്റ് കൂടുതലെടുത്ത് ഡെലിവറി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് മേടിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തെന്ന് പറയാം. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിലവിൽ നിന്നൊരു 10 രൂപ കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കി നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക. അത് അത്രേ ഉള്ളൂ ഇതിനത് ചെയ്യാനായിട്ട്. അതല്ലാണ്ട് നമ്മൾ കുറേ ആഗ്രഹിച്ചുകൊണ്ടോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ വലിയ കാര്യമൊന്നുമില്ല. EMI എങ്കിൽ EMI എടുക്കുന്നതും വലിയ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാനൊക്കെ ജീവിതത്തിൽ ഭൂരിഭാഗം സാധനം മേടിച്ചേക്കുന്നത് EMI ഇട്ട് തന്നെയാണ്. അന്ന് ഒരുമിച്ച് മേടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുമിച്ച് പൈസ ഉണ്ടാക്കി മേടിക്കാൻ വേണ്ടി ഇരുന്നിരുന്നെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ പറയല്ലോ, നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഒരു ആവശ്യം വരണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ സേവ് വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും ആ വഴി പോണത്. അപ്പം അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾക്ക് അന്നേരം ആ സമയത്ത് നമുക്ക് ആഗ്രഹമൊന്നും അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സോ EMI എങ്കിൽ EMI ആകുമ്പം അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, അടച്ചേ പറ്റത്തുള്ളൂ. അതും എന്താ പറയുക, നമ്മളൊരാളുടെ പേരിൽ EMI എടുക്കുന്നതിന് ആത്മാർത്ഥമായിട്ട് അവരുടെ അടുത്ത് നിൽക്കാൻ നോക്കുക. അപ്പം നാളെ ഒരു EMI കൂടെ അവനോട് എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്തു തരും തീർച്ചയായിട്ടും. ഒരുപാട്
പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. EMI ഒക്കെ എടുത്തിട്ട് പ്രോപ്പറായിട്ട് അടയ്ക്കാണ്ട് അവരെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മോശം പരിപാടിയാണ്. നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. എന്താ പറയുക, നമുക്കൊരു നാളെ അവരുടെ മുഖത്ത് നോക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിച്ച സംഭവങ്ങൾ നേടാൻ പറ്റും എന്നൊരു എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ചിലർക്കൊക്കെ തോന്നാം ഇതൊക്കെ ഒരു ആഗ്രഹമാണോ, അതൊക്കെ ഒരു വലിയ സംഭവമാണെന്നൊക്കെ തോന്നാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം നേടിയെടുത്തത് കൊണ്ട് തന്നെ എനിക്കതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു താങ്ക്സ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി വൈഫിനാണ്. കാരണം അവളൊരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനൊരു കാര്യം, അതായത് നമ്മൾ ഒരുപാട് ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും പൈസ ഇല്ലാത്ത സമയത്തും ഇങ്ങനൊരു കാര്യമൊക്കെ ഞാൻ എടുത്തിയാടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവളോട് ചോദിക്കാണ്ട് പോലും ചെയ്യുമ്പോൾ ഒരിക്കലും കുറ്റപ്പെടുത്തൽ എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം എന്നാ, അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ആവശ്യമാണോ എന്നുള്ള നിലയിലൊന്നും അങ്ങനെ ഒരു കുറ്റപ്പെടുത്തിയ ഒരു കാര്യങ്ങളൊന്നും നമ്മോട് പറഞ്ഞിട്ടില്ല. എപ്പോഴും സപ്പോർട്ടീവായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMI ഇടാനൊക്കെ സഹായിച്ച നമ്മുടെ കസിൻസ് അപ്പു, ജോമോൾ എന്നൊക്കെ പറഞ്ഞവർ. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ ആരും അങ്ങനെ ചെയ്യല ഇന്നത്തെ കാലത്തൊക്കെ. കാരണം അവർക്ക് ചില ആൾക്കാർക്ക് പേടിയാണ്, നമ്മൾ പ്രോപ്പറായിട്ട് അടച്ചില്ലെങ്കിൽ അവർക്കാണല്ലോ പ്രശ്നം വരിക, നമുക്കതിനകത്ത് യാതൊരു പ്രശ്നമില്ല. അപ്പം അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അത് വില്ലിങ് ആവാറില്ല ഇങ്ങനൊരു സംഭവം ചെയ്തു തരാനൊക്കെ ആയിട്ട്. പക്ഷെ അവർ എടാ നീ ഇട്ടോ കുഴപ്പമില്ല, നിനക്ക് ഓക്കെയാണെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് നിന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാരുണ്ട് പ്രത്യക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവനിടെ ഇടയ്ക്ക് വിളിക്കും, എടാ നീ എന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യാത്ത പരിപാടിയൊക്കെ നിർത്തിയോ, നീ ഏതെങ്കിലും ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ അവരോടൊക്കെയാണ് താങ്ക്സ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിലുള്ള കുറേ മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യണം, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കണം എന്നൊരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അങ്ങനെ വീഡിയോസൊന്നും എനിക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല, കാരണം കുടുംബമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അവിടുത്തെ കുറേ കാര്യങ്ങളും പിന്നെ ജോലിയുണ്ട്, ജോലിയുടെ കുറേ കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് സമയം വളരെ കുറവാണ്. പിന്നെ ഒരുപാട് പരിമിതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പോവുകയാണ്. അപ്പം പറ്റുന്ന പോലെയൊക്കെ ഓരോ വീഡിയോസൊക്കെ എടുത്തിടാനൊക്കെയാണ് ശ്രമിക്കാറ്. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.